22,195 വേക്കൻസിയുമായിട്ടാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് കാണും. അപ്പൊ അവരൊക്കെ ചിന്തിക്കും, അയ്യോ 22,000 വേക്കൻസി കുറവല്ലേ, കഴിഞ്ഞ തവണ 33,000 വേക്കൻസി എല്ലാം ഉണ്ടായിരുന്നത്, അപ്പൊ 22,000 ജോലി കിട്ടാനുള്ള എന്റെ സാധ്യത എത്രമാത്രമായിരിക്കും? അങ്ങനെയല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ അവരോട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു ഗ്രൗണ്ട് നിങ്ങൾ എടുക്കാം. ഞാനിപ്പോ തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ടം മൈതാനം എടുക്കാം. ആ തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ട മൈതാനത്ത് ഞാൻ 22,195 ആൾക്കാരെ കൊണ്ടിങ്ങനെ നിർത്തുന്നു. ആ രംഗം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത ഇത്രമാത്രം ആൾക്കാർ. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, എന്തോരം വലിയ ക്രൗഡാണ്, എത്ര വലിയൊരു ക്രൗഡാണ് അവിടെ നിൽക്കുന്നത്. അത് വിഷ്വലൈസ് ചെയ്ത നിങ്ങളോട് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതിൽ ഒരാളാണ്, കൂടുതലൊന്നുമല്ല, അതിൽ ഒരാളാവാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? ആ കാലിബർ നിങ്ങൾക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കുറച്ച് സമയം തരാം. ഉണ്ടോളാം? ആ കാലിബർ നിങ്ങൾക്കുണ്ടോ? യെസ്, ഉറപ്പായിട്ടും. അപ്പോ മനസ്സിലാക്കുക, 22,000 വേക്കൻസി ഒരു ചെറിയ വേക്കൻസി അല്ല. നമുക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മാത്രം മതി. അതിൽ ഒരാളാവാൻ നമ്മളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാം ഒരു ജൂലൈയിലൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? ഏറ്റവും ചുരുങ്ങിയത് 90 ദിവസങ്ങളുണ്ട്. ആ 90 ദിവസങ്ങൾ കൊണ്ട് ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ കൂടെ കൂടിക്കോടാം. ഞങ്ങൾ ഇന്ന് മുതൽ ഗ്രൂപ്പ് ഡിയുടെ 90 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാം. അതായത് എന്താണ് കൃത്യമായിട്ടുള്ള സിലബസ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെയാണ് വന്നത്, അതിനെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള മാത്രം ടോപ്പിക്ക്. ഇനി എന്താണ് സൂപ്പർ നോട്ട്സിന്റെ ക്രെഡിബിലിറ്റി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ RRB JEE റിസൾട്ട് വന്നപ്പോൾ 55 കുട്ടികളാണ് ഞങ്ങളിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത്. കേരളത്തിലെ ഏറ്റവും വലിയ റിസൾട്ടാണ്. അത് കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിസൾട്ട് വരുന്ന സമയത്ത് 180 കുട്ടികളാണ് ഞങ്ങളുടെ പ്ലേസ്ഡ് ആകുമ്പോൾ റാങ്ക് ലിസ്റ്റിനകത്ത് വരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ടോട്ടൽ റാങ്ക് ലിസ്റ്റിന്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സൂപ്പർ നോട്ട്സ് ആണ്. അതേപോലെ ദേവസ്വം എക്സാംസ്, ഇപ്പോൾ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് വരുമ്പോഴും അതേപോലെ ആയിരിക്കും. ഇത്രയും റിസൾട്ട് ഉള്ള കേരളത്തിലെ ഏക സ്ഥാപനം അത് സൂപ്പർ നോട്ട്സ് ആണ്. അപ്പോൾ കൂടെ കൂടിക്കും 90 ദിവസങ്ങൾ, അതൊരു ചെറിയ സമയമല്ല. ആ സമയം മാത്രം മതി. ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങളുടെ കൂടെയുള്ള യാത്രയ്ക്ക് കൂടെ കൂടിക്കോ. റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണി ഓറിയന്റേഷനിൽ നമുക്ക് കാണാം. ക്ലാസ്സിൽ കാണാം മക്കളെ. മുമ്പോട്ട് നമ്മൾ നടക്കും, നമ്മൾ നേടും, നമ്മളെ നേടത്തുള്ളൂ.